ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EDU08 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ്റെ അണ്ടറിൽ വരുന്ന ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഔട്ട്കംസ് ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് റിസൾട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇവാലുവേഷൻ മെത്തേഡാണ്. അല്ലെങ്കിൽ കിട്ടുന്ന ഫലത്തിനാണ് അല്ലെങ്കിൽ കിട്ടുന്ന റിസൾട്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു കുട്ടി കരിക്കുലർ, കോ കരിക്കുലർ, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു. അപ്പോൾ പങ്കെടുക്കുന്നത് കൊണ്ട് എന്തെല്ലാം ചേഞ്ചസ് ആണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് ആ കുട്ടിയിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ആ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്ത് ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ ആ മാറ്റങ്ങളെ വിലയിരുത്തുന്നതാണ് ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ഔട്ട്കംസ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എഫക്റ്റീവ്നെസ് എത്രമാത്രം ഉണ്ടാകും എന്നത് നോക്കിക്കൊണ്ടാണ് നമ്മൾ എത്രമാത്രം ഔട്ട്കം ആ കുട്ടിയിൽ നിന്ന് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോഴെന്താണ് അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ ഉണ്ടാവണം. ആ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഇവിടുത്തെ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഔട്ട്കമ്മിനെ നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷനെ ഔട്ട്കം മെഷർമെൻ്റ് എന്നും പറയുന്നു. ഒരു പ്രോഗ്രാം, ഇവിടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ടേമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാമിൽ കൂടെ എത്രത്തോളം ഗോൾ നേടാൻ പറ്റി എന്നതാണ് ഇവിടെ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂണിവേഴ്സിറ്റി ബേസ്ഡ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഗോൾ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ കോഴ്സുകളെയും സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിക്ക് എത്രമാത്രം ഗോൾ നേടാൻ പറ്റി എന്നതാണ് എവിടെ നോക്കുന്നത്? ഈ ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷനിൽ നോക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഔട്ട്കം എന്ന് പറയുന്ന റിസൾട്ട് ആണെന്ന് പറഞ്ഞു. അപ്പം ഒരു കുട്ടിയിൽ എത്രത്തോളം മാറ്റമുണ്ടായി, അല്ലെങ്കിൽ എത്രത്തോളം അറിവുണ്ടായി, മനോഭാവത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, അതുപോലെ പെരുമാറ്റത്തിൽ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷനിലൂടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഈ ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷനിൽ കൃത്യമായിട്ടൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കും. ആ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ബേസിലായിരിക്കും ഈ ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞ ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷനാണ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ളതായ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇവിടെ ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട്കമ്മിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആ ഔട്ട്കമ്മിനെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അളക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ നമ്മൾ പ്യൂപ്പിൾ റെസ്പോൺസ് എന്ന് പറഞ്ഞ് എഴുതുന്നില്ലേ? അപ്പോൾ അതൊരു ഔട്ട്കം ആണ്. അതങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ലേണിംഗ് എക്സ്പീരിയൻസിലൂടെയാണ് അല്ലേ? അപ്പോൾ ലേണിംഗ് എക്സ്പീരിയൻസും ഇവാലുവേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു ബന്ധമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഒബ്ജക്റ്റീവിനെ ഒരു ടീച്ചർ ഇൻസ്ട്രക്ഷനിലൂടെ ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് നൽകുകയാണ്. അപ്പോൾ കുട്ടികൾ പഠന അനുഭവമാക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിലൂടെ അതെങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലൈയിങ്, അനലൈസിങ് തുടങ്ങി ഇവാലുവേഷൻ വരെ പോകുന്നൊരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഇവാലുവേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ നോളജ്, കോംപ്രിഹെൻഷൻ, അപ്ലൈയിങ്, അനലൈസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? ബ്ലൂംസ് ടാക്സോണമി അല്ലേ? പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷനെ രണ്ടായിട്ട് തിരിക്കാം. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നും പറയും. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ബ്രോഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് സോഷ്യൽ ഫിലോസഫിയെ ബേസ് ചെയ്താണ് നിലനിൽക്കുന്നത്. ഇത് ലോങ് ടേം ആണ്, അതുപോലെ ജനറൽ ആണ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ ഇത് നാരോ കോൺസെപ്റ്റ് ആണ്, സൈക്കോളജിക്കൽ ബേസിലാണ് നിലനിൽക്കുന്നത്, ഷോർട്ട് ടേം ആണ്, സ്പെസിഫിക് ആണ്. നമ്മളൊരു ത്രികോണം എടുക്കുകയാണെങ്കിൽ ത്രികോണത്തിൻ്റെ 3 വശങ്ങളുണ്ട്. ആ 3 വശങ്ങളായിട്ട് നമുക്ക്
കരുതാൻ പറ്റുന്ന എന്തിനെയൊക്കെയാണ്? ഒരു എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതെന്താണ്? ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നു. അതുവഴി എന്താണ്? ഒരു ചേഞ്ച് ഇൻ ബിഹേവിയർ, സ്വഭാവത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റങ്ങളിൽ, ഒരു കുട്ടിയിലെ ബിഹേവിയറിൽ എന്താണ്? മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഔട്ട്കം ബേസ്ഡ് ഇവാലുവേഷനും ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷനും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.